നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നട്ടെല്ലൊടിച്ചതാണ്. മറ്റൊരു ഓപ്പറേഷൻ സിന്ദൂറിനെ പാകിസ്ഥാൻ പേടിക്കുന്നുമുണ്ട്. ഇന്ത്യൻ സായുധ സേന അതിർത്തി കടന്നു ചെന്ന് പാക് മണ്ണിലെ തീവ്രവാദ ഒളിത്താവളങ്ങൾ ചാരമാക്കി മാറ്റിയ ആ ദിവസങ്ങൾ പാകിസ്ഥാൻ ഒരിക്കലും മറക്കുകയുമില്ല. ലോകത്തിനു മുൻപിൽ വൻ അവകാശവാദങ്ങൾ മുഴക്കുന്ന പാക് സൈന്യത്തിൻ്റെ യഥാർത്ഥ മുഖമന്ന് പൊളിഞ്ഞു വീണിരുന്നു. സ്വന്തം മണ്ണിൽ ഇന്ത്യ നടത്തിയ സജിക സ്വഭാവത്തിലുള്ള ആ പ്രഹരത്തിനു ശേഷം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഭയത്തിന്റെ നിഴലാട്ടമാണ്. അന്നു തുടങ്ങിയ അങ്കലാപ്പാണിന്ന് അതിർത്തിയിൽ പീരങ്കികൾ കൂട്ടിവയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. സ്വന്തം ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ കഴിയാതെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന പാക് ഭരണാധികാരികൾ തങ്ങളുടെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് വീണ്ടും പ്രകോപനങ്ങൾക്ക് മുതിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ മുന്നിൽ ഈ ചെറിയ പീരങ്കികളും തന്ത്രങ്ങളും വിലപ്പോവില്ല എന്ന് പാകിസ്ഥാൻ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. പാകിസ്ഥാൻ സ്വന്തമായി എന്ത് ഉണ്ടാക്കിയിട്ടുണ്ട്? ഒന്നുമില്ല. ഇന്ത്യയെ നേരിടാൻ അവർക്ക് ഇന്ന് ചൈനയുടെ കാൽക്കൽ വീഴേണ്ടി വരുന്നു. ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള നോറിൻകോ എന്ന പ്രതിരോധ കമ്പനിയാണിപ്പോൾ പാകിസ്ഥാൻ ആവശ്യമായ SH-15 ഹോവിറ്റ്സറുകൾ നൽകിയിരിക്കുന്നത്. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ PCL-181 ചക്രങ്ങളുള്ള സെൽഫ് പ്രോപ്പൽഡ് ഹോവിറ്റ്സറിന്റെ ഒരു കയറ്റുമതി പതിപ്പ് മാത്രമാണിത്. ചൈന തള്ളിക്കളയുന്നതോ അല്ലെങ്കിൽ പരീക്ഷണ ഘട്ടത്തിലുള്ളതോ ആയ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി ഇന്ത്യയെ വിരട്ടാമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത്. 6/6 കവചിത ട്രക്ക് ചേസിസിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ആയുധങ്ങൾ വേഗത്തിലുള്ള വിന്യാസത്തിന് അനുയോജ്യമാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും നമ്മുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഇവ വെറും നോക്കുകുത്തികളായി മാറുമെന്നത് ഉറപ്പാണ്. രാജ്യത്ത് ജനങ്ങൾ പട്ടിണി കൊണ്ട് വലയുകയാണ്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. വൈദ്യുതിയും വെള്ളവുമില്ലാതെ ജനങ്ങൾ തെരുവിൽ സമരം ചെയ്യുന്നു. ഇതൊക്കെയാണെങ്കിലും പാകിസ്ഥാൻ സർക്കാരിന് അതിൻ്റെ ഒന്നും ഒരു ആവലാതിയുമില്ല. അവരുടെ ഒരേ ഒരു അജണ്ട ഇന്ത്യയോടുള്ള വിദ്വേഷവും അതിർത്തിയിലെ സംഘർഷങ്ങളുമാണ്. സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ വയറ് നിറയ്ക്കുന്നതിനേക്കാൾ വലുത് ചൈനയിൽ നിന്നും കടം വാങ്ങി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതാണെന്ന് പാക് ഭരണകൂടം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. വികസനത്തിന്റെ പാതയിലൂടെ കുതിക്കുന്ന ഇന്ത്യയെ കണ്ടിട്ടുള്ള അസൂയ തന്നെയാണ് പാകിസ്ഥാനെ ഇത്തരം വിഡ്ഢിത്തത്തിലേക്ക് നയിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പട്ടിണിക്കിട്ട് തീവ്രവാദത്തിനും ആയുധങ്ങൾക്കും പണം ചെലവഴിക്കുന്ന പാക് നയം സ്വന്തം രാജ്യത്തിന്റെ തന്നെ അന്ത്യം കുറിക്കുമെന്നതും ഉറപ്പാണ്. പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്ന ഈ SH-50 ഹോവിറ്റ്സറുകൾക്ക് ഏകദേശം 75 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വടക്കു മുതൽ തെക്ക് വരെയുള്ള കിഴക്കൻ അതിർത്തിയിൽ വളരെ ആസൂത്രിതമായാണ് ഇവർ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ കണക്കാക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ദൂരപരിധിയും കൃത്യതയുമുള്ള മിസൈലുകളും ആയുധങ്ങളും ഇന്ന് ഭാരതീയ സേനയുടെ പക്കലുണ്ട്. അതിർത്തിയിൽ ഇത്തരം പീരങ്കികൾ നിരത്തിയത് കൊണ്ട് മാത്രം ഇന്ത്യയെ ഭയപ്പെടുത്താമെന്ന് പാകിസ്ഥാൻ വ്യാമോഹിക്കുന്നുണ്ട് എങ്കിൽ അതവരുടെ മൂഢ ചിന്ത മാത്രമാണ്. നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പൂർണ്ണ സജ്ജമാണ്. പാകിസ്ഥാന്റെ ഓരോ നീക്കവും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അതിശക്തമായ തിരിച്ചടി നൽകാൻ നമ്മുടെ സൈന്യം തയ്യാറായി നിൽപ്പുണ്ട്. ഇത് പഴയ ഇന്ത്യയല്ല. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടായാൽ നോക്കി നിൽക്കാൻ നരേന്ദ്രമോദി സർക്കാരോ നമ്മുടെ സായുധ സേനയോ തയ്യാറല്ല. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭീകരവാദത്തിനും അതിർത്തിയിലെ പ്രകോപനങ്ങൾക്കും അതേ നാണയത്തിൽ മറുപടി നൽകുന്നതാണ് നയതന്ത്ര സൈനിക സമീപനം. ഓപ്പറേഷൻ സിന്ദൂർ അതിന് ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ചെറുതായൊരു പ്രകോപനം ഉണ്ടായാൽ പോലും അതിനേക്കാൾ 100 മടങ്ങ് ശക്തമായ തിരിച്ചടി നൽകാൻ നമ്മുടെ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. അതിർത്തിയിൽ പീരങ്കികൾ നിർത്തി പേടിപ്പിക്കാൻ നോക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ പ്രത്യാക്രമണം എങ്ങനെയാണെന്ന് വീണ്ടും അനുഭവിക്കേണ്ടി വരും. ഇന്ത്യയുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ വരുന്ന ആരെയും വെച്ചു പൊറുപ്പിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് നമ്മുടെ രാജ്യം എപ്പോഴും നൽകുന്നത്. ഇന്ത്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈനയും പാകിസ്ഥാനും ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ വളർച്ചയിൽ അസ്വസ്ഥരായ ചൈനയും പാകിസ്ഥാനെ ഒരു പാവയെ പോലെ ഉപയോഗിക്കുകയാണ്. പാകിസ്ഥാന്റെ കടബാധ്യതകൾ മുതലെടുത്ത് അവരുടെ മണ്ണിൽ താവളങ്ങൾ ഉറപ്പിക്കാനും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കാനുമാണ് ചൈനയുടെ ശ്രമം. എന്നാൽ ഈ ചതിക്കുഴികളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിശക്തമായ പ്രതിരോധ കോട്ടയാണ് ഭാരതം തീർത്തിരിക്കുന്നത്. തദ്ദേശീയമായി പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ രാജ്യം കൈവരിച്ച വൻ കുതിച്ചുചാട്ടം ഇത്തരം വിദേശ ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ നമ്മെ സഹായിക്കുന്നുമുണ്ട്. ചൈനയുടെ ആയുധബലം കൊണ്ട് ഇന്ത്യയെ വിറപ്പിക്കാമെന്ന വ്യാമോഹം ഇനിയെങ്കിലും അവർ ഉപേക്ഷിക്കണം. ഒരു കാലത്ത് ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ
ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ലോകം അത്ഭുതപ്പെടുന്ന ആയുധങ്ങളാണ് ഭാരതം സ്വന്തമായി തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാധുനിക മിസൈലുകൾ, യുദ്ധക്കപ്പലുകൾ, തേജസ് പോലുള്ള യുദ്ധവിമാനങ്ങൾ എന്നിവയെല്ലാം ഇന്ന് നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിക്കപ്പെടുന്നു. പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് കടം വാങ്ങി ആയുധങ്ങൾ വാങ്ങുമ്പോൾ ഇന്ത്യ സ്വന്തം ശാസ്ത്രജ്ഞരുടെ മിടുക്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ ആയുധങ്ങളുടെ ആശ്രയത്വം കുറിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്ന ഈ ഒരു നയമാണ് രാജ്യത്തിന്റെ സുരക്ഷയെ കൂടുതൽ സുദൃഢമാക്കുന്നത്. പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം നീക്കങ്ങളെ നമ്മുടെ തദ്ദേശീയ ആയുധ ശേഖരം കൊണ്ട് തന്നെ നിഷ്പ്രഭമാക്കാൻ നമുക്ക് സാധിക്കും. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം നിർണായക വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ മാധ്യമങ്ങൾ വലിയൊരു ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രകോപനപരമായ നീക്കങ്ങളും ചൈനീസ് ആയുധ കച്ചവടങ്ങളും കൃത്യമായി തുറന്നുകാട്ടാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ട്. ജനങ്ങളിൽ ഭീതി പരത്തുന്നതിന് പകരം രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തിനെ കുറിച്ചിട്ടുള്ള ആത്മവിശ്വാസമാണ് ഇത്തരം വാർത്തകളിലൂടെ പകരേണ്ടത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും ഒപ്പം ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇത്തരം സംഭവങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതികരണം. മാധ്യമങ്ങളും ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഏത് ബാഹ്യശക്തികളുടെ നീക്കങ്ങളെയും നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും. ഇന്ന് രാജ്യത്ത് ശക്തമായ ഒരു രാഷ്ട്രീയ നേതൃത്വം ഉള്ളതുകൊണ്ടാണ് ഇത്തരം പ്രതിസന്ധികളെ ഇത്രയും ആത്മവിശ്വാസത്തോടെ നമുക്ക് നേരിടാൻ കഴിയുന്നത്. രാജ്യസുരക്ഷയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാടുകളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രത്യേകത. അതിർത്തിയിലെ ഓരോ ചെറിയ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മിന്നൽ വേഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന നേതൃത്വം രാജ്യത്തിന് മുതൽക്കൂട്ടാണ്. സർക്കാരിനും സൈന്യത്തിനും പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന 140 കോടി ജനങ്ങളുടെ പിന്തുണയാണ് ഭാരതത്തിന്റെ യഥാർത്ഥ കരുത്ത്. പാകിസ്ഥാനോ ചൈനയോ എന്ത് കുതന്ത്രങ്ങൾ മെനഞ്ഞാലും ഈ കൂട്ടായ്മയ്ക്ക് മുന്നിൽ അവയെല്ലാം തകർന്നു പോകുമെന്നതിൽ തർക്കമില്ല. ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ കുതിപ്പിലേക്ക് തന്നെയാണ്, അതേസമയം പാകിസ്ഥാന്റെ തകർച്ചയിലേക്കും. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാനാവാതെ കടക്കെണിയിൽ മുങ്ങി നിൽക്കുന്ന പാക് ഭരണാധികാരികൾ ഇപ്പോഴും ഭീകരവാദത്തെയും ഇന്ത്യയോടുള്ള വിദ്വേഷത്തെയും കൈയൊഴിയാൻ തയ്യാറായിട്ടില്ല. അതിർത്തിയിൽ 250 ചൈനീസ് പീരങ്കികൾ നിരത്തിയതുകൊണ്ടോ വ്യാജ അവകാശവാദങ്ങൾ മുഴക്കിയതുകൊണ്ടോ ഇന്ത്യയെ തളർത്താമെന്നവർ കരുതുന്നുണ്ട് എങ്കിൽ അത് അവരുടെ കൽപ്പിത ലോകത്തെ വെറും പകൽ സ്വപ്നം മാത്രമാണ്. ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ നമ്മുടെ സൈന്യം എപ്പോഴും സജ്ജമാണ്. ഭാരതത്തിന്റെ ഓരോ ഇഞ്ച് ഭൂമിയും സംരക്ഷിക്കാൻ നമ്മുടെ സേനയുടെ തോക്കുകൾ കാവൽ നിൽപ്പുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയിലും പരമാധികാരത്തിലും ഒട്ടും വിട്ടുവീഴ്ചയില്ലെന്ന നയമാണ് സർക്കാർ വീണ്ടും മുന്നോട്ട് വെക്കുന്നത്, വീണ്ടും തെളിയിക്കുന്നതും. പാകിസ്ഥാന്റെ ഇത്തരം നീക്കങ്ങളെ നമ്മുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും സൈനിക ശക്തിയും കൊണ്ട് അടിച്ചമർത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. ഭാരതത്തിന്റെ മുന്നേറ്റത്തെ തടയാൻ ഒരു ശക്തിക്കും ആകില്ലെന്ന് പാകിസ്ഥാനും അവരുടെ യജമാന്മാർക്കും കാലം വീണ്ടും മറുപടി നൽകും. ചുരുക്കത്തിൽ, അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം വില കുറഞ്ഞ നാടകങ്ങളും ആയുധ വിന്യാസങ്ങളും കൊണ്ട് ഭാരതത്തെ ഒരിഞ്ച് പോലും പിന്നോട്ട് വലിക്കാൻ കഴിയില്ല. ഓപ്പറേഷൻ സിന്ദൂർ നൽകിയ പാഠം ഉൾക്കൊണ്ട് പാകിസ്ഥാൻ ഇനിയെങ്കിലും ഇത്തരം പ്രകോപനപരമായ നടപടികൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ അവരുടെ അന്ത്യം അതിവേഗത്തിലായിരിക്കും. ചൈനയുടെ കരുത്തിൽ അഹങ്കരിക്കുന്ന പാക് ഭരണാധികാരികൾ ഒന്നോർക്കുക, ഇത് പുതിയ ഇന്ത്യയാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത, ഏത് വെല്ലുവിളിയെ നേരിടാൻ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ഇന്ത്യ. രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നമ്മുടെ സായുധ സേനയും ജനങ്ങളും ഒറ്റക്കെട്ടായി ഒപ്പമുണ്ട്. പാകിസ്ഥാന്റെ ഏത് ദുഷ്ടലാക്കിനെയും വേരോടെ പിഴുതെറിയാൻ നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് തന്നെ ധാരാളമാണ്. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.